പോലീസ് വന്നിട്ടുണ്ട്. എന്താ അറസ്റ്റാണോ? അവന്റെ തീരുമാനമാ? അവൻ വന്നിട്ടുണ്ടോ ഇവിടെ? എവിടെ അവൻ? എനിക്ക് കാണണോ അവനെ? തുറക്കണ ചേച്ചി. ചേട്ടൻ ഇത്രയും വലിയ നല്ല കാര്യം ചെയ്തിട്ട് ഞങ്ങൾ ചേട്ടനെ തെറ്റിദ്ധരിച്ചല്ലോ. അടുത്ത മഴയ്ക്ക് തകരേണ്ട വീടുകളായിരുന്നു അത്. വീട് കെട്ടാൻ സ്ഥലവും തന്നു, 500 രൂപ പണം തന്ന് സഹായിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ മുതലാളി. 500 കോടി ഗവൺമെന്റിന് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി സർ? ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമുണ്ടോ? ഇതുപോലൊരു സഹായം ആരും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയില്ല. നിങ്ങൾ ചെയ്ത സഹായത്തിന് ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. പറഞ്ഞാലും ആരും ചെയ്യില്ല, പറയാതെ അങ്ങ് ചെയ്തല്ലോ. നിങ്ങൾ വളരെ നല്ലവനാ. എടോ ഓഡിറ്ററെ, എന്താ ഇവിടെ നടക്കുന്നേ? 150 ഏക്കർ സ്ഥലം, 500 കോടി രൂപ. സാറ് തന്നെയല്ലേ ഒപ്പിട്ട് തന്നെ? ഞാൻ എപ്പോഴാണ് ഒപ്പിട്ട് തന്നത്? ഞാൻ എത്ര തടഞ്ഞാലും നിങ്ങൾ മറികടന്നത് ചെയ്യും. ആ സ്ഥലത്തിന് പട്ടയം കിട്ടണമെങ്കിൽ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടാണ് കഴിയുക? അതുകൊണ്ടാണ് ഞാൻ വെറുതെ നോക്കി നിന്നത്. അതിനുശേഷം ഈ കളി കളിച്ചു. നിങ്ങളുടെ ഒപ്പം നിങ്ങൾ തെറ്റിക്കാറുണ്ട്, എന്നാൽ എനിക്ക് ആ ഒപ്പം ഒരിക്കലും തെറ്റില്ല. സ്നേഹമുള്ള അച്ഛനാ. ബാങ്ക് പാസ്വേഡും മാറ്റിയിട്ടില്ല, ശക്തി എന്നുള്ള പേരും മാറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങളെക്കുറിച്ച് എല്ലാവരും എന്താ പറയുന്നത്? നല്ലവൻ, നല്ലവൻ അല്ലേ? നാട്ടുകാർ പറയുന്ന അല്ല പ്രധാനം, ഈ മനസ്സ് മാറണം. മാറ്റിയേക്ക്, വേറെ വഴിയില്ല. എന്റെ മോൻ ശക്തി, അവന്റെ അച്ഛനെ ഒരു നല്ല എന്നെ മാറ്റിയെടുക്കാൻ അവൻ ആരാടി? ഈ ശിവൻ അങ്ങനെ മാറുമോ? ഇത് ശിവനാടി, മാറില്ല. അല്ല, നിങ്ങൾ ഞങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞത്? മധുര നിങ്ങളുടെ കയ്യിലാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്തായി? ശരിക്കും പണി കിട്ടിയില്ലേ? കാശ് പോയത് പൊയ്ക്കോട്ടെ, നിങ്ങളോടുള്ള വിശ്വാസം പോയി. ഇനി ഞാൻ തന്നെ വലിയൊന്നും പറഞ്ഞിരിക്കാൻ പോകണോ? ശക്തി ചേട്ടന്റെ മകനായിരിക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല. ചേട്ടൻ മോനാന്ന് കരുതുന്നു, അവൻ അച്ഛനാന്നും കരുതുന്നു. അതുകൊണ്ടാ ഇങ്ങനെ. ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ജീവനോട് ഉണ്ടാകുമായിരുന്നു. ചേട്ടൻ ജയിക്കണേ അവനെ മറന്നേ പറ്റൂ. ശക്തിയെ എന്നേക്കുമായി മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞായിരുന്നു. ഇനി ഞാൻ അവന് അച്ഛനുമല്ല, അവൻ എനിക്ക് മോനുമല്ല.
രാവിലെ മുതൽ വെയിറ്റ് ചെയ്യാണല്ലോ. ആരെയെ കാണണ്ടേ? ആ, ശക്തി സാറിനെ. ഹേയ് അങ്കിൾ, ഹാ മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമായ അങ്കിൾ. ഈ കുട്ടി അത് തന്നെ, മരിച്ചിട്ടില്ല. എന്റെ മോളെ ഏതോ ഒരു ശക്തി രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് അത് ഈ ശക്തിയാണെന്ന്. ഡോക്ടർമാർ പോലും കൈ ഒഴിഞ്ഞതാ. ശക്തി സാർ തന്ന ധൈര്യമാണ് അവൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതേ ഉള്ളൂ. സാറിനെ കണ്ടിട്ട് പോണെന്നുള്ള വാശിയിലായിരുന്നു അവള്. അതുകൊണ്ടാ. വളരെ നന്ദിയുണ്ട് സാറേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഡ്രീം ഇത് മറന്നുപോയല്ലേ? ദാ ഇങ്ങനെ കെട്ടി പിടിച്ചോ. താങ്ക്സ് അങ്കിൾ. ബൈ. വരട്ടെ സാറേ. അന്നറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇപ്പൊ മനസാക്ഷിയോട് ചോദിക്കേ. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും നിന്നെ ഇഷ്ടമാകും. നിനക്ക് ഒരുപാട് ഇഷ്ടായി. നീയാണല്ലേ? നീയാണല്ലേ? പറയ്, ആരാ? നിന്റെ അച്ഛനാ ചെയ്യാൻ പറഞ്ഞത്. എന്റെ അച്ഛനെ വെച്ച് കളിക്കുന്നവൻ ആരാ? ആരാ അവൻ? പറയടാ. അതേടാ, നിന്റെ അച്ഛനല്ലടാ. പക്ഷെ നിനക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല.
ശക്തിയെ കൊന്നു. എങ്കിൽ എമൗണ്ട് അത് പോരാ. നമ്മൾ പറഞ്ഞതിലും കൂടുതലായിട്ടൊരു 10 ലക്ഷം വേണം. ഇല്ലെങ്കിൽ പോലീസിനെ അറിയിക്കും. ആറപ്പാളയത്തിൽ പൂട്ടിക്കിടക്കുന്ന പഴയ മില്ലിലുണ്ടാവും ഞാൻ. ഇത് ഞാൻ ഗ്രൂപ്പ് മെസ്സേജ് ആക്കാം. ഇപ്പോ ഒരുത്തർ ഇവിടേക്ക് വരുമല്ലോ. വാടാ, വാ. ശ്രദ്ധയൊന്ന് മാറിയിരുന്ന രക്ഷപ്പെട്ടേനെ. അല്ലേ നമ്മളിപ്പോ കുടുങ്ങിയനെ. ചേട്ടാ, അവനെ തീർത്തു.